ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ മേരി ക്രിസ്മസ്. സോ ഞാൻ കരോളിന് പോവാണ് ഗൈസ്. ഇപ്പോൾ റെഡിയായി, എല്ലാം സെറ്റായി. സോ കുറച്ച് നേരത്തെയാണ് പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കരോൾ പാട്ടിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ട്. സോ ഞാനൊരു സഞ്ചിയും പിയും ഒക്കെ എടുത്ത് പോവുകയാണ് ഗൈസ്. കരോളാകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. സോ യാ, എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? കൊള്ളാവോ? അപ്പം ഞാൻ പോയി പാട്ടൊക്കെ പഠിച്ച് കരോളിനൊക്കെ കൂട്ടട്ടെ. ഓക്കെ, കരോളിന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ട് കരോളിനൊക്കെ. പക്ഷേ പാട്ട് പ്രാക്ടീസ് ഞാൻ കാണിക്കുന്നില്ല. പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ കൊടുത്തേക്കാം, പാട്ട് ഞങ്ങൾ പാടുന്നത്. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പഠിച്ച് സെറ്റായി. അപ്പോൾ ഇതേ കരോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കരോളിന് ഇറങ്ങിയാൽ മതി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഞങ്ങളുടെ വീടായിരുന്നു. സോ ഞങ്ങളുടെ വീടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇരുട്ടായതുകൊണ്ടാണ് ഒന്നും കാണാത്തത്, സ്വാഭാവികം. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വീട്ടിലേക്ക്. സാന്റാക്ലോസ് ഉണ്ട്, 3 സാന്റാക്ലോസ് ഉണ്ട് ഗേസ്, 3 പേര്. ഇതാണ് ഞങ്ങളുടെ കരോള്. ഞങ്ങൾ 2 പേരുമാണ് മെയിൻ ഊട്ടുകാർ. ഈ 2 വീപ്പേ ഉള്ളൂ. പക്ഷേ ഇതും കൊണ്ട് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരും അറിയിക്കും. ഇവിടെ ഇത് കണ്ടേക്ക് കുഞ്ഞ് ക്യൂട്ട് പുൽക്കൂടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരു പായസമൊക്കെ കിട്ടി. 1 ഗ്ലാസ് അല്ല, 2 ഗ്ലാസ് കിട്ടി. സോ അങ്ങനെ പായസമൊക്കെ കുടിച്ച് സെറ്റായി. ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോവാണ് കേസ്. ഇനി കേസ് അടുത്ത വീട്, എല്ലാ വീടും നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ എല്ലാ വീട്ടിലേക്കും കയറി ഇറങ്ങി നടക്കാനായിട്ട് നല്ല രസമാണ്. അങ്ങനെ ഓരോ വീടും കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് ഒരു ഡാൻസൊക്കെ കളിക്കും. അതിൻ്റെ ഭാഗമാണിതൊക്കെ. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത വീട്ടിലേക്ക് പോകും. ഇത് തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. ഒരു വീട്ടിൽ കയറും, അവിടെ കയറി പ്രാർത്ഥിക്കും, എന്നിട്ട് ചിലപ്പോൾ ഡാൻസൊക്കെ കളിക്കും, എന്നിട്ട് അതേപോലെ തിരിച്ചിറങ്ങി അടുത്ത വീട്ടിലേക്ക് പോകും. ഇത് തന്നെ. ഇതാണ് ഗൈസ് ഇക്കൊല്ലത്തെ 3 ക്രിസ്മസ് പാപ്പകൾ. കരോളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. ഉണ്ടോ, ദൂരീന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ലുക്കാണിത്. മൊത്തം ഒരു എന്താ പറയുക, മൊത്തം ഒരു മിന്നിലാണ്. ഇങ്ങനെ മിന്നി 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 കളിച്ചുകൊണ്ടിരിക്കുകയല്ല. എല്ലായിടത്തെയും പുൽക്കൂട് നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ പുൽക്കൂട് നിങ്ങൾ കണ്ടില്ലല്ലോ. അതായത് എൻ്റെ പുൽക്കൂട്. ഗേസ്, ഇതാണ് എൻ്റെ പുൽക്കൂട്. ഇങ്ങനെയുണ്ട്, കൊള്ളാവോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കൂ. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഫ്രഷായി നേരെ പള്ളിയിലേക്ക് പോകണം. ഇന്ന് നൈറ്റാണ് നമ്മുടെ പാട്ട്. സോ അതുകൊണ്ട് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും പോവും, പിന്നെ ഇന്ന് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല. സോ വാ, നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഫുള്ളൊരു ലുക്ക് കാണിച്ചു തരാം, എൻ്റെ ഡെക്കറേഷൻ്റെയും പുൽക്കൂടിൻ്റെയും എല്ലാത്തിൻ്റെയും. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഈ കഷ്ടപ്പാടിന് നിങ്ങൾ എനിക്ക് 10ൽ എത്ര മാർക്ക് തരും എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ ഗൈസ്.
ഇതാണ് ഗൈസ് ഇപ്പം നമ്മുടെ ഫൈനൽ ലുക്ക്. പക്ഷേ ആ കച്ചി അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീല്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് താഴെ കമൻറ്റിൽ പറയൂ. നിങ്ങൾക്ക് എന്നെ കാണാനുണ്ടോ ഗൈസ്? സോ ഞാൻ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇനി പോയി ഞാനൊരു കുർബാനയൊക്കെ കൂടിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇതേ ഗൈസ് പാട്ട് പാടാനുള്ള ടൈമായി, ഞാൻ പോയി പാടിയിട്ട് വരാം. അപ്പോൾ അതായിരുന്നു ഗൈസ് ഞങ്ങളുടെ പാട്ട്. സോ അങ്ങനെ പാട്ടെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അവിടെ പിള്ളേരുടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഗൈസ് പള്ളിയുടെ പുൽക്കൂട്. കൊള്ളാല്ലേ? കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് ആടുകളെ, പിന്നെ എന്തോ കുതിരയിൽ പോകുന്ന ആൾക്കാരെ, അങ്ങനെ കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയേ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എത്തി ഗൈസ്. എനിക്ക് സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? തരാ, ഇതൊരു മഞ്ചിൻ്റെ കവറാണ് ഗൈസ്. ഇതൊരു മഞ്ചിൻ്റെ കവറാണ്. ഇതും പിന്നെ ക്യാഷ് പ്രൈസുമാണ് ഗൈസ് ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനം. ഇത് ഞങ്ങൾ സമ്മാനം മേടിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയാണ്. സോ ഞങ്ങൾക്ക് ഏത് പ്രൈസാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യും, ഞാൻ കറക്റ്റാണോ എന്ന് പറയാം. പിന്നെ ഇതേ ഒരു ബിങ്കു കിട്ടി. അതൊരു ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ അതിൽ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും. സോ അതിന് 20 രൂപയായിരുന്നു. ഞാൻ 20 രൂപ കൊടുത്തപ്പോൾ എനിക്ക് 10 രൂപയുടെ ഒരു ബിങ്കോ കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് മേരി ക്രിസ്മസ്.